നസീബ് അരീല هو نسيب بن أسعد عريلة شاعر وقاص سوري ولد في ഹിംസ് ഹിംസിലാണ് ജനിച്ചത്. സുരിയ 1887. മീഖായിൽ നൈമ അദ്ദേഹത്തിനിക്ക് ഷാഇറു ത്വരീഖ് എന്ന പേര് വച്ചു. ഷാഇറുൽ ഹയാത്ത്, ഷാഇറുൽ ഹീറ, ഫി ത്വരീഖുൽ ഹയാത്ത് എന്ന പേരൊക്കെ അദ്ദേഹത്തിനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ വാലിദ് അസ്അദ് അരീല, സലീമ ഹദ്ദാദ് അവരുടെ രക്ഷിതാക്കളാണ്. 1900 ദാറുൽ മുഅല്ലിമീൻ റഷ്യയിൽ ഫലസ്തീനിൽ അവർ പഠിക്കാൻ പോയി. അവിടെ നിന്ന് കിട്ടിയ കൂട്ടുകാരനാണ് മീഖായിൽ നൈമ. മീഖായിൽ നൈമയെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കും. 1905 ന്യൂയോർക്കിലേക്ക് ഹിജ്റ പോയി. 12 അറ്റ്ലാന്റിക് പ്രസ് സ്ഥാപിച്ചു. 1912 മജല്ലത്തുൽ ഫുനൂൻ 13 എന്ത് ചെയ്തു, പ്രസിദ്ധീകരിച്ചു. 1914 ഒന്നാം ലോക മഹായുദ്ധം വരെ 1914 ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നതുവരെ ഇത് പ്രസിദ്ധീകരിച്ചു. വീണ്ടും അത് 1916 വീണ്ടും പ്രസിദ്ധീകരിച്ചു. 1918 അത് വീണ്ടും അവസാനിക്കുകയുണ്ടായി. മജല്ലത്തു അതുപോലെ മീഖായിൽ നഈമ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണ്. അദ്ദേഹമാണ് ഷാഇറു ത്വരീഖ് എന്ന പേര് വെച്ചത്. നമ്മൾ പറഞ്ഞു. മിർആത്തുൽ അറബ് അതിൻ്റെയും പ്രസിഡൻ്റ് സ്ഥാനം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. നജീബ് ദയ്യാബിൻ്റെതാണ് മിർആത്തുൽ അറബ്. ഓക്കെ. പിന്നീട് മറ്റു മാഗസിനുകളൊക്കെ അദ്ദേഹം മുഹദ്ദിറായി അറബി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ മാഗസിനുകളിലൊക്കെ അദ്ദേഹം വലിയ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. അതുപോലെ റാബിദത്തുൽ കലമിയ സ്ഥാപിക്കുന്നതിൽ ഇദ്ദേഹവും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. റാബിത്തുൽ കലമിയ 1920 ന്യൂയോർക്കിലാണ്. നജീബ ഹദ്ദാദ് 1922 വിവാഹം ചെയ്തു. 1946 ന്യൂയോർക്കിലെ ബ്രൂക്ലിനിൽ അദ്ദേഹം വഫാത്തായി. മീഖായിൽ നൈമ പറയാറുണ്ട്, നസീബ് അരീലയെ പറ്റി നല്ല ഒരു വ്യക്തിയുടെ ഉടമയാണ്. നല്ല മുംതാസൻ ബി അഖ്ലാഖിഹി എന്ന് പറഞ്ഞിട്ട് പറയുന്നു, അദ്ദേഹത്തിൻ്റെ നല്ല വൃതിരക്തമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. നല്ല വദിഉൻ ലത്തീഫുൻ ഖുജൂലുൻ, നല്ല നാണമുള്ള, എന്താ പറയുക, ഖുജൂലുള്ള ഒരു വ്യക്തിയാണ്. അറ്റാബ് വലായനം, ഒരാളെയും ഈബത്ത് പറയുന്ന, നമീമത്ത് പറയുന്ന ഒരാൾ അല്ല. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അർവാഉൽ ഹായിർ 1946, അസ്റാറുൽ ബിലാത്ത് റോസിയ റിവായയാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഒരു റിവായാകുന്നു. യാ നഫ്സ് ഉണ്ട്, ദീഖുൽ ജിന്ന് അൽ ഹിംസി ഉണ്ട്, അത് റിവായത്തുൻ താരിഖിയാണ്. അതുപോലെ സംസാമ ഉണ്ട്, റിവായ താരിഖിയാണ്. അന്നിഹായ ഉണ്ട്, അലക്കത്തൂതി ഉണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാകുന്നു.